പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരണപ്പെട്ട മകന്റെ മരണത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ സിദ്ധാർത്ഥിന്റെ പിതാവ് സർക്കാർ സഹായിക്കുമെന്ന വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി കണ്ടിട്ട് കാര്യമില്ലെന്നും പിതാവ് പറയുന്നു. കേസിൽ നിന്ന് പലരെയും മാറ്റി നിർത്തുകയാണെന്നും പ്രതിപക്ഷ നേതാവിനെ കണ്ട ശേഷം പിതാവ് ആരോപിച്ചു. ഇല്ല, അതിൽ മാറ്റം വന്നിട്ടില്ല. തീരുമാനം തന്നെ ഇരിക്കുന്നു. അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അത് അവിടുന്ന് CBI അന്വേഷിക്കാൻ പെടും. അത് മാത്രമല്ല, CBI അന്വേഷണം കൊണ്ട് മാത്രമല്ല ഇതിൻ്റെ ഉറപ്പ്. ഇതിൽ ആന്റി റാഗിംഗ് സ്ക്വാഡുകാർ കൊടുത്തിട്ടുള്ള ഒരു ലാസ്റ്റിലത്തെ റിപ്പോർട്ടുണ്ട്. അതിൽ കുറച്ച് പെൺകുട്ടികളുണ്ട്, ബാക്കിയുള്ള ആൾക്കാരുണ്ട്. ഇവരൊന്നും പിടിച്ചിട്ടില്ല. വ്യക്തമായിട്ട് അവർ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ്. ഈ പെൺകുട്ടികൾ 3 പെൺകുട്ടികളുണ്ട്. എന്തിനെ ഇവരെങ്ങനെ മാറ്റി നിർത്തുന്നു? അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് അവരെ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റുള്ളൂ. ഡീനിൻ്റെ കാര്യം ഡീനിനെ ചെയ്തേ പറ്റുള്ളൂ. ഇതെല്ലാം ചെയ്യണം. അല്ല വെറും ഒരു CBI അന്വേഷണം വൈകുന്നു എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അന്വേഷണം നിർത്തിവെച്ചിട്ടില്ലല്ലോ. ഒഫീഷ്യലായിട്ട് നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാനൊന്നും മിണ്ടില്ല. ഇവിടെ ഉടൻ തന്നെ ഈ പെൺകുട്ടികളെയും അക്ഷയ് എന്ന് പറഞ്ഞ കൂടെ നിന്ന് ചതിച്ചവരെ പിന്നെ ഈ ഡീനിനെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ഉറപ്പായിട്ടും അത് ഞാൻ ആ പ്രപ്പോസലോട്ട് തന്നെ പോകും. അത് ഞാനിപ്പോൾ പറയുന്നതല്ല, ഞാൻ ഒരു 2 ആഴ്ച മുമ്പേ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ പറഞ്ഞത് അല്ല. എന്നെ ആരും പ്രേരിപ്പിക്കുന്നതല്ല, ഒന്നുമില്ല. ഞാനത് ചെയ്യും. നടന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മിണ്ടായിരിക്കും. ഒരു കുഴപ്പമില്ല. വിവരങ്ങളുമായി വിഷ്ണു ഉണ്ട്. വിഷ്ണു, പ്രതീക്ഷയറ്റ ഒരു പിതാവിൻ്റെ രോദനമാണ് ശരിക്കും ഈ ബൈറ്റിൽ ഈ ഒരു പ്രസ്താവനയിൽ നമ്മൾ കേൾക്കുന്നത്. അത്രയേറെ വിഷമത്തിലാണ് അവരച്ഛൻ പറയുന്നത്. മകൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു, പക്ഷേ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കൃത്യമായ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി. പറയുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡീനിനെ ചോദ്യം ചെയ്തിട്ടില്ല. ഒപ്പം തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്ന 3 പെൺകുട്ടികളെയും ചോദ്യം ചെയ്തിട്ടില്ല. ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ടിൽ മൊഴി നൽകിയിട്ടുള്ള 3 പെൺകുട്ടികളെയും ചോദ്യം ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയരാനുള്ള സാഹചര്യം എന്താണ് ഇപ്പോൾ? വിദ്യ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണമെല്ലാം സിദ്ധാർത്ഥന്റെ അച്ഛൻ ഉന്നയിച്ചിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ ഇനിയും ഉൾപ്പെടാനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ആളുകൾ പ്രതിഷേധത്തിട്ടില്ല എന്നുള്ള ആരോപണം നിലനിൽക്കെയാണ് ഇപ്പോൾ വീണ്ടും ഇക്കാര്യം ഉയർത്തിപ്പിടിക്കുന്നത്. 3 സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾ ഇതിനകത്ത് ഈ റാഗിങ്ങിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ കുറിച്ച് ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ ഡീനിനെ ചോദ്യം ചെയ്യണമെന്നും ഡീനിനെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് നടക്കുന്നില്ല. ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതുവരെ പോരാടുമെന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ CBI അന്വേഷണം കൃത്യമായി പോകുന്നില്ല. അതോടൊപ്പം പോലീസ് അന്വേഷണം മന്ദഗതിയിൽ നീങ്ങുന്നു. ഇക്കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ അടുത്താണ് പോയി ആവശ്യപ്പെട്ടത്. എന്നാൽ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെങ്കിലും ഇപ്പോൾ കബളിപ്പിക്കപ്പെട്ടു എന്നടക്കമുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം ചതിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള വ്യാപക പ്രതിഷേധം ഇനി ഇതിനെതിരെ കുടുംബം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയപരമായ ഒരു ആശയവും ആരുമായും പങ്കുവച്ചിട്ടില്ല. ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ആരുമായും ചർച്ച ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയപരമായി ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. പകരം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ തന്നെയാണ്. മകനെ നഷ്ടപ്പെട്ടതിന്റെ തുടർന്നുള്ള അന്വേഷണത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നത്. അതിൽ പ്രധാനമായും സൂചിപ്പിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ അന്വേഷണത്തിൽ പ്രതിപക്ഷത്തെ അദ്ദേഹം ഇപ്പോൾ കാണാൻ വന്നു. പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രതിപക്ഷ നേതാവിനെ വിശ്വാസമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഗവർണർ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിരുന്നു. അതോടൊപ്പം NDA സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെയും കണ്ടിരുന്നു. തിരുവനന്തപുരത്തെത്തി അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴും മുഖ്യമന്ത്രിയുടെ അടുത്തേക്കാണ് പോകേണ്ടത്. പക്ഷേ ആ സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഭരിക്കുന്നവർ തന്നെയാണ് സംരക്ഷിക്കേണ്ടത്. പക്ഷേ അവിടെ നിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കുന്നില്ല എന്നും ഇനി അങ്ങോട്ട് പോകാൻ താല്പര്യമില്ലെന്നും തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. അതോടൊപ്പം അവസാന നിമിഷം വരെ പോരാടുമെന്ന് തന്നെയാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പറഞ്ഞിരിക്കുന്നത്. ശരി വിഷ്ണു, വ്യക്തമാണ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരിച്ച വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ പിതാവിൻ്റെ പ്രതികരണങ്ങളായിരുന്നു. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്ന് കൃത്യമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ ആരോപിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.